എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു ട്രാവൽ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്ന സ്ഥലം കൊല്ലം ജില്ലയിൽ ഉള്ള അഞ്ചൽ എന്ന പഞ്ചായത്തിൽ കുടുക്കത്തുപാറയിലേക്കാണ്. കുടുക്കത്തുപാറയെക്കുറിച്ച് ചെറിയ ഒരു വിവരണം തരാം. കേരളത്തിലെ കൊല്ലം ജില്ലയിലെ അഞ്ചൽ വനമേഖലയിലും അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിലുമുള്ള ആനക്കുളത്ത് സ്ഥിതി ചെയ്യുന്ന 3 പാറകളുടെ ഒരു സമുച്ചയമാണ് കുടുക്കത്തുപാറ. ഇത് ഒരു പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 840 മീറ്റർ ഉയരത്തിലാണ് ഈ പാറ സ്ഥിതി ചെയ്യുന്നത്. ഇത് കേരളം വനം വകുപ്പ് ഒരു ഇക്കോ ടൂറിസം പദ്ധതിയായി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ആനക്കുളം ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം. വടക്ക് ചന്നപ്പേട്ടയിൽ നിന്ന് എത്തിച്ചേരാം. സന്ദർശകർക്ക് 2 പാറകളിൽ കയറാം, അതായത് 780 മീറ്റർ. അതേസമയം മൂന്നാമത്തെ ഏറ്റവും ഉയരമുള്ള പാറയിൽ കയറാൻ കഴിയില്ല. രണ്ടാമത്തെ ഉയരമുള്ള പാറയുടെ മുകളിൽ നിന്ന് കേരളത്തിലെ 4 ജില്ലകളും തമിഴ്നാടിന്റെ ഒരു ചെറിയ ഭാഗവും കാണാൻ കഴിയും. കുടുക്കത്തുപാറ ഇക്കോ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ വിനോദസഞ്ചാര കേന്ദ്രത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി രൂപീകരിച്ചതാണ്. ഇനി കൂടുതൽ നമുക്ക് വഴിയെ പരിചയപ്പെടാം. നമ്മൾ കയറാൻ നേരം നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ ആ വെയിലും കാര്യങ്ങളൊന്നുമില്ല. വെയിലുണ്ട്, പക്ഷേ ഈ മരത്തിൻ്റെ തണലിലും ഈ ഒരു കാലാവസ്ഥയിലും ചൂട് അനുഭവപ്പെടുന്നില്ല. നല്ല തണുപ്പാണ്, പിന്നെ നല്ല കിതപ്പ് അനുഭവപ്പെടുന്നുണ്ട് കേട്ടോ. ഏകദേശം എല്ലാവരും ഒരുവിധം നടന്ന് ക്ഷീണിച്ചെന്ന് തോന്നുന്നു. സാറേ എങ്ങനെയുണ്ട്? നല്ലൊരു എക്സ്പീരിയൻസ് ആണ് അല്ലേ? വലിയ ട്രെക്കിംഗ് എക്സ്പീരിയൻസ് ഒന്നും പറയാനില്ല. ട്രെക്കിംഗ് എക്സ്പീരിയൻസ് ആയിട്ട് കൊടുക്കുക, ചെറിയൊരു നടത്തം എന്ന് വെച്ചാൽ റോഡൊക്കെ അത്രയും നടക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഉള്ളതാണ്. കുഴപ്പമില്ലാതെയാണ് ഇതിങ്ങനെ ഫ്ലോപ്പായിട്ട് ഇട്ടിരിക്കുകയാണ്. കല്ലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ആദ്യമായിട്ടാണ് ഈ സ്ഥലത്ത്. ഇതിൻ്റെ അവസാനം എന്താവുമെന്ന് അറിയില്ല, ഒരു പ്രതീക്ഷയില്ല. മറ്റേ മുമ്പ് പോകുന്നവോ ഞങ്ങളടുത്ത് പറയുന്നതില്ല ഇതിൻ്റെ അവസാനം എന്താണെന്ന്. ഇത്രയും മെനക്കെടുന്നതിൽ എന്താണ് കാണാൻ കിട്ടുക എന്നുള്ളത് അറിയില്ല. കാടിലൂടെ നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അവിടെ നിന്ന് വാച്ചാൻ കാടുകാർ പറഞ്ഞത് എത്ര 1 കിലോമീറ്റർ. പക്ഷെ ഞങ്ങൾ 15-20 മിനിറ്റോളം ആകാതെ ഈ കാട്ടിലൂടെയെല്ലാം നടത്താൻ തുടങ്ങിയിട്ട്. ഓക്കെ, നല്ല ക്ലൈമറ്റാണ്. വേർക്കുക എന്ന് വെച്ചാൽ ചൂടും കാര്യങ്ങളും കഴിക്കില്ല. നല്ല ഞങ്ങളിപ്പോൾ വന്ന എത്ര മണിയാണ്? ഇപ്പോൾ ടൈം 10:30. അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ്. നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്. സാറിൻ്റെ മെയിൻ പരിപാടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഫോട്ടോ എടുപ്പ്. ഓക്കെ, ഞാൻ വേണ്ടേ വിളിച്ചിട്ട് വന്നവനാണേ, അവൻ കാണിക്കുന്നു. നോക്കി കൊള്ളാം. വാ മതി. ഇനിയും നടക്കാനുണ്ടെന്ന് 10 കിലോമീറ്ററോളം. മല കയറാനുണ്ട്. വേണ്ട, ഇവൻ ഓരോ ട്രാപ്പ് നമുക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. അട്ട എവിടെ? അത് ചത്ത അട്ടയല്ലേ? ജീവനുണ്ടോ? നീ കയ്യിലെടുക്കടാ, കയ്യിലെടുക്ക്. കൊള്ളാം, നല്ല പീസ്. സീനെ, ഇനി എത്ര കിലോമീറ്റർ ഓടിയുണ്ട് അറിയില്ല. നടക്കാനുണ്ട്. ഇനി 1 കിലോമീറ്റർ കൂടി കാണുള്ളായിരിക്കും അല്ലേ? 1/2 കിലോമീറ്റർ. എനിക്കിപ്പോഴും മനസ്സിലാവാത്ത എന്താണെന്നറിയോ? ആ വാച്ച് ആൻഡ് ഗാർഡുകാർ 1 കിലോമീറ്ററേ ഉള്ളെന്ന് പറഞ്ഞത് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം 10 എത്ര മണിയായി നോക്കി നമ്മൾ? ഒരു 20 മിനിറ്റ് 25 മിനിറ്റോളം ആയി ഇപ്പോൾ നടക്കാൻ തുടങ്ങിയിട്ട്. 1 കിലോമീറ്റർ ഇതിലായിട്ട് കവറാവുന്നില്ല. എത്താറായോ എന്നൊരു തോന്നൽ. കാരണം ഇങ്ങനെയൊരു സംഭവം ഇവിടെ കാണുന്നുണ്ട്.
അവിടെ നിന്ന് ഒരു സ്റ്റെപ്പും കാണുന്നുണ്ട്. ഇനി സ്റ്റെപ്പ് കയറണമായിരിക്കും. കൊള്ളാം, വരട്ടെ. നല്ലതാണ്. ഞായറാഴ്ചയായിട്ട് വീട്ടിൽ ഇരിക്കുന്നതിനേക്കാൾ നല്ലൊരു എക്സസൈസ് ആവുമല്ലോ. ആനപ്പാറയാ? ആര് പറഞ്ഞു? ആനപ്പാറയെന്നൊക്കെ പറയും, വെറുതെ വായി തോന്നിയൊക്കെ പറയുമോ? തെറ്റായ വിവരങ്ങൾ മാത്രം ഷെയർ ചെയ്യും. ആനേനെ പോലെ ഇരിക്കുന്നത് എനിക്ക് ആനയെ പോലെ തോന്നുന്നില്ലല്ലോ. ചുമ്മാ അങ്ങോട്ട് തള്ളി വിടുവാണ്. അപ്പോൾ ഈ അടുത്ത ഈ സ്റ്റെപ്പ് കയറ്റത്തിലേക്ക് കയറിപ്പോട്ടെ. കൊള്ളാം. ഞാൻ നേരത്തെ പറഞ്ഞ തിരിച്ചെടുക്കുവാണ്. ഫാമിലി ആയിട്ട് ആരും വരണ്ട, ഇച്ചിരി ബുദ്ധിമുട്ടാവും. ലാസ്റ്റ് ഫാമിലിനെ ചുമന്നുകൊണ്ട് വേണ്ടി വരും. അയ്യോ, അന്നേരേ പറഞ്ഞില്ലേ സാറിൻ്റെ അടുത്ത്, ഇവൻ നമ്മളെ ചതിക്കുഴിയിലോട്ടാണ് കൊണ്ടുപോകുന്നത്. അല്ല, ഇതിപ്പോ കയറി ഫുള്ള് നമ്മൾ ക്ഷീണിച്ച് കഴിയുമ്പോൾ ഇനി വെള്ളത്തിൽ കിടക്കാം. അടിപൊളിയല്ലേ? ഇപ്പോൾ ഒരു വാട്ടർഫോളും തിരക്കി ഇറങ്ങിയതാണ് ഞായറാഴ്ച ആയപ്പോൾ രാവിലെ. വാട്ടർഫോൾ, ഒരു നല്ലൊരു സ്പേസ് ഉണ്ട്, നല്ലൊരു പ്ലേസ് ഉണ്ടെന്ന്. എന്താണ്? കുടുക്കത്ത് പാറ. അടിപൊളി. ജീവൻ പകുതിയായി. പക്ഷെ കൊള്ളാം, നല്ല അധ്വാനിക്കുന്നതിന് പ്രതിഫലം ഉണ്ടാവുമല്ലോ. നോക്കാൻ വേണ്ടി പോയിട്ട് നമ്മളൊക്കെ ആരായി ഇപ്പോൾ ശശിയായി. കണ്ടില്ലേ, ഇവിടെ ബൈക്കിലും പിള്ളേർ വരും. ഇവിടെ 2-3 ബൈക്കുകൾ വന്നിട്ടുണ്ട്. ബൈക്കിൻ്റെ സൗണ്ട് കേൾക്കാം. അപ്പോൾ കാറിൽ വരണ്ട, ബൈക്കിൽ വരുന്നവർക്ക് നടക്കണ്ട കേട്ടോ. വീണ്ടും ഞാൻ തിരിച്ചെടുക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ. ബൈക്കിൽ വരുന്നവർക്ക് നടക്കണ്ട. ബൈക്ക് ഈ സ്റ്റെപ്പിൻ്റെ ഇവിടം വരെയും വരും. അയ്യോ, ബൈക്ക് വരുന്ന കാര്യം ഇപ്പോഴാണ് അറിഞ്ഞത്. ബൈക്ക് ഇവിടം വരെ വരും, അവിടെ കയറ്റി വിടും അല്ലേ ബൈക്ക്. കാറിൽ വരുന്നവർക്കാണ് പണി. കാറിൽ വരുന്നവർ ഇത്രയും നടക്കണം. സൂര്യപ്രകാശം അടിച്ച് നോക്കി. കൊള്ളാം. ഇവിടെ നല്ല വലിയൊരു പാറ കാണാൻ പറ്റുന്നുണ്ട്. നോക്കാം, കയറിപ്പോ. ഇനി കുറച്ച് അഡ്വഞ്ചർ ട്രാക്കിലേക്ക് പോവാം. സാറേ, കുറച്ച് അഡ്വഞ്ചർ. എന്താണ് ഇവിടെ ഒരു അഡ്വഞ്ചർ? നോക്കട്ടെ. ആഹാ, ഇത് കൊള്ളാമല്ല. ഇത് അടിപൊളിയാണല്ലോ. ഇതും കയറണോ? ഇനി ഡേഞ്ചറാണ്, നോക്കി കയറുക. കല്ലിൽ ചവിട്ട് കറക്റ്റ് ആയില്ലെങ്കിൽ ചവിട്ട് നേരെ താഴെ എത്തും. ഓക്കെ. അപ്പോൾ നല്ല പാട് വിട്ട് കയറേണ്ടി വരും. നല്ല പാടാണ് കേട്ടോ. വിചാരിക്കുന്ന കണക്കല്ല. ഇത് കണ്ടോ, ഇങ്ങനെയൊക്കെയാണ് പാറ ഇരിക്കുന്നത്. അത് ക്യാമറയിലും വീഡിയോയിലും എത്രത്തോളം ഇതാവും എന്നറിയില്ല. അത്യാവശ്യം നല്ല ഡേഞ്ചറസ് ആയിട്ട് ഒത്തിരി മഴ പെയ്ത് കിടക്കുന്നത് കൊണ്ട് നല്ല വഴുക്കലുമുണ്ട്. ഇത്രയും നടന്നു വന്നതിന് ശേഷം ഈ ഒരു ടാസ്കും കൂടി കയറുക എന്ന് പറയുന്നത് ഹെവിയാണ്. എന്നാലും കുഴപ്പമില്ല, കയറിപ്പോ. സൂക്ഷിച്ച് കയറുക. ഇതിനകത്ത് സംഭവങ്ങളൊക്കെ അത്യാവശ്യം നല്ല വലിയ സൈസാണ്. ഓക്കെ, നേരെ നടന്നു പോവാം. നല്ല വഴുക്കലുണ്ട് പാറകളിൽ, മഴ പെയ്ത് കിടക്കുന്നത് കൊണ്ട്. ചവിട്ടി സൂക്ഷിച്ച് കയറുക. ചെറിയൊരു സൂചന തരായിരുന്നു എനിക്കെങ്കിലും. നടക്കാനുണ്ടെന്ന് മാത്രമേ നീ പറഞ്ഞുള്ളൂ, കേറാനുണ്ടെന്ന് പറഞ്ഞില്ല. കുറച്ചുകൂടി ഉള്ളു, വാ വാ, ഇത്തിരി കൂടി ഉള്ളു, വാ. അങ്ങനെ നിൽക്കില്ലേ, വാ.
ഇടുവാ, കയറി വാ, ഞാൻ തീർന്നു. അയ്യോ വെള്ളം ഉണ്ടല്ലോ അല്ലേ. ഈ ഒരു കുപ്പി വെള്ളം തരും. 1 കിലോമീറ്റർ ഉള്ളതിൻ്റെ പേരില്ല 1 കുപ്പി എടുത്ത് കയ്യിൽ വെച്ചത്. ഇതിപ്പോൾ 5 ലിറ്റർ ആയാലും തീരില്ലെന്നാണ് തോന്നുന്നത്. ഇത് ഇത്രയും ക്ഷീണിക്കില്ലായിരുന്നു. നമ്മൾ ബൈക്കിൽ വന്നു കഴിഞ്ഞാൽ ഇത്രയും ക്ഷീണിക്കില്ല. കാരണം ഈ ഒരു കയറ്റം മാത്രമേ ബൈക്കിൽ വന്നവർക്ക് ഉള്ളൂ. കാറിൽ വന്നവർ അവിടെ നിന്ന് ഇവിടം വരെയും നടക്കണം ആദ്യം. അത് കഴിഞ്ഞ് ഈ സ്റ്റെപ്പ് കയറണം. നല്ല കിടക്കുന്നും കേട്ടില്ല. അധികം ആൾക്കാർ വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ നിന്ന് താഴെ നിന്ന് നടന്നു വരുന്നുണ്ട്. വേണം ഒരുപാട് ആൾക്കാർ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാൻ വിചാരിച്ചു നമ്മൾ മാത്രമേ കാണുകയുള്ളൂ, ഞായറാഴ്ച ആയിട്ട് പോലും. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയാം. ഇതെത്തിക്കഴിഞ്ഞിട്ട് ഇവിടെ ഒരാൾക്ക് 30 രൂപയാണ് ചാർജ് കിട്ടുന്നത്. 30 രൂപ കൊടുത്ത് കയറി കഷ്ടപ്പെട്ട് മുകളിലെത്തിയാൽ ഒരു മല കാണാം എന്നാണ് തോന്നുന്നത്. എന്തായാലും മുകളിലെത്തിയിട്ട് നോക്കാം ബാക്കി. നല്ല ക്ഷീണിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് ട്രെക്കിംഗ് എന്നൊക്കെ വിളിക്കാം കേട്ടോ നമുക്ക്. കാരണം നേരത്തെ നടന്നു വന്ന ട്രെക്കിംഗ് അല്ലേ, ഇതിപ്പോൾ ട്രെക്കിംഗ് ആയി. അത്രയ്ക്ക് നല്ലൊരു പാറയിൽ കൂടിയൊക്കെയാണ് പോകുന്നത്. വീണ്ടും പറയാൻ ശ്രദ്ധിച്ച് പോകണം. നല്ല വഴുക്കലുണ്ട്. എണ്ണിക്കഴിഞ്ഞാൽ നല്ല അടിപൊളിയായി. ഒരുത്തെ ട്യൂഷൻ കട്ട് ചെയ്തിട്ടൊക്കെ ഞങ്ങളുടെ കൂടെ വന്നതാണ്. വരുന്നിട്ടുണ്ട് പോയി. ഇപ്പോൾ പറയാം ട്യൂഷന് പോയിരുന്നായിരുന്നു ഇതിലും ബെറ്ററൊന്നും. ഓക്കെ, ഈ ഒരു പാറ കാണാനാണോ വന്നത്? ആണോടാ? ഇനി ഇതിൻ്റെ വെള്ളമുണ്ട്. ഈ പാറ വന്ന് കയറുമ്പോഴേ തന്നെ ഇങ്ങനെയെങ്കിൽ നിൽക്കും. നല്ല ഭീമം. തള്ളിയിടറ 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 തള്ളി നോക്ക്, വീഴുമോ നോക്ക്. തള്ളങ്ങട്. ഇവിടെ ഒരു അടയിരിപ്പുണ്ടോ, ഒരു ചെറിയ പാറ. അതങ്ങ് എടുത്ത് കളയണം. എന്നാൽ ഉരുണ്ട് പോയേനെ താഴോട്ട്. അതാകുമ്പോൾ ഇത് കാണാനും ആരും വരില്ലായിരുന്നു. ടാസ്ക് തീരുന്നില്ല. ടാസ്ക് കൂടി വരുന്നത്. എങ്ങനെ ഈ സൈഡിൽ കൂടി പോവുക? പണിയാവൂല. തെറ്റിപ്പോവാതെ തിരിച്ച് കയറുക. വീണ്ടും ഒരു പാറയും കൂടി കഴിഞ്ഞിട്ടില്ല. എന്നാൽ മലകളുടെ ഇടുക്കിൽ കൂടിയുള്ളൊരു വഴി ഏകദേശം എത്തിയെന്ന് തോന്നുന്നു. 95% കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് 5% കൂടിയേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നു. നല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ടല്ലേ. നല്ല തണുത്ത കാറ്റാണ്. വെയിലുണ്ടെങ്കിലും ആ കാറ്റിൻ്റെ സൗണ്ട്, നല്ല കാറ്റുണ്ട്. കണ്ടോ, നല്ല കാറ്റുണ്ട്. ഇവിടെ എത്തിയപ്പോൾ നല്ല കാറ്റാണ്. നല്ല കാറ്റും നല്ല കാലാവസ്ഥ. ഇവിടെ ഒരു ഷെഡ് കണക്കിൽ എന്താ കാണുന്നുണ്ട്, എന്താണെന്ന് മനസ്സിലായില്ല. എന്തോ പണി നടക്കുന്നുണ്ട്. ഇനി ഇതിന് മേലോട്ട് വലിഞ്ഞു കയറുന്നല്ലോ. സൈഡിൽ കൂടി കയറാം. ഈ ഒരു സംഭവം കാണാനാണ് എല്ലാവരും. പക്ഷെ നല്ല വ്യൂ ആണ്. ജഡായിപ്പാറ ഇവിടെ നിന്ന് കാണാൻ പറ്റും. അപ്പുറത്തെ സൈഡ് പോകണം. ജഡായിപ്പാറ അപ്പുറത്തെ സൈഡ് അല്ലേ. ഈ ഒരു പാറയാണ് മെയിൻ സംഭവം. കണ്ട, നല്ല പൊക്കത്തിലിരിക്കുന്ന പാറയാണ്. പക്ഷേ കയറി വന്നു കഴിഞ്ഞാൽ അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഫുള്ള് നല്ലൊരു വ്യൂ പോയിന്റ് തന്നെയാണ്. കഷ്ടപ്പെടുന്നതിന് ഒരു അർത്ഥമുണ്ടാവുമെന്ന് തോന്നുന്നു. കാരണം ഇത് നല്ലൊരു വ്യൂ ആണ്. കണ്ടില്ലേ, കൊല്ലം ജില്ലയിൽ ഇങ്ങനൊരു വ്യൂ, അത് കൊള്ളാം. നൈസ് വ്യൂ. ഒരു സൈഡ് വ്യൂ ആണ്. ഇനി അപ്പുറത്തെ ഒരു സൈഡും കൂടി കാണാമെന്ന് പറയുന്നുണ്ട്. എനിവേ, ഇത്രയും കയറി വന്നതല്ലേ, ഇവിടെ കുറച്ച് നേരം ഒന്ന് സ്പെൻഡ് ചെയ്യാം.
ഇവിടെ വേറൊരു താഴേക്കൊരു സ്ഥലമുണ്ട്, താഴേക്ക് ഇറങ്ങി പോകുന്ന ഒരു സ്പോട്ട് കൂടി കാണുന്നുണ്ട്. ഓ, ഇത്തിരി ടാസ്ക്കാണ്. ഞാൻ ഇട്ടേക്കുന്ന ഷൂ അത്ര പോരാ, ഇതിവിടെ തെന്നാൻ ചാൻസ് കൂടുതലാണ്. പക്ഷെ വേറെ ഇറങ്ങുന്നില്ല, അത്രേ പറയാനുള്ളൂ. കാരണം ഇത്തിരി ടാസ്ക്കാണ്, നല്ല കുത്തിനെ ഇങ്ങനെ ഇറങ്ങി കിടക്കുക. നമുക്ക് ഗ്രിപ്പും കാര്യങ്ങളൊന്നുമില്ല, നല്ല മഴ നനഞ്ഞ് കിടക്കുന്നത് കൊണ്ടും അവിടെ കയറി അങ്ങനെ കാണേണ്ട കാര്യമില്ലെന്ന് വിചാരിക്കും. റിസ്ക് എടുക്കാൻ വയ്യ. വ്യൂ കൊള്ളാം, ഈ വ്യൂ തന്നെയായിരിക്കും താഴെ ചെന്നാലും കാണുക അല്ലേ. പക്ഷേ കൊല്ലം ജില്ലയിൽ ഇങ്ങനെ ഒരു വ്യൂ നല്ലതാണ്, അടിപൊളിയാണ്. അതിവിടെ വന്ന് ഒരു രാവിലെ വെളുപ്പിനെയുള്ള സമയത്ത് വെളുപ്പിനായാലും ഇവിടെ 9 മണിയൊക്കെ ആകുമ്പോഴേ തുറക്കുകയുള്ളൂ, കയറ്റി വിടുള്ളൂ ആൾക്കാർ. പക്ഷെ നല്ല കോടയായിരിക്കും, നല്ല മഞ്ഞ. ഇപ്പോൾ ഇച്ചിരി മഴ ഉണ്ടായിരുന്നെങ്കിൽ നല്ലൊരു കാലാവസ്ഥ നമുക്ക് കാണാൻ പറ്റിയ, നല്ല ഫോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാൻ പറ്റിയ. മഴയില്ല, നമ്മുടെ ബൈക്കിൽ മഴ പ്രതീക്ഷിച്ചായിരുന്നു. വീണ്ടും അടുത്തൊരു പ്ലേസിലേക്ക്. നല്ല വ്യൂ ആയിരുന്നു, അത്യാവശ്യം നല്ല എൻജോയ് ചെയ്തു. നല്ല തണുപ്പ്, നല്ല കാറ്റ്, തണുപ്പല്ല കാറ്റ്, നല്ല തണുത്ത കാറ്റ്. അപ്പോൾ ഇനി അടുത്തൊരു വ്യൂ കൂടി നോക്കാം. അവിടെ നിന്ന് ജഡായിപ്പാറ കാണാമെന്നൊക്കെ പറയുന്നുണ്ട്, ഒന്ന് പോയി നോക്കാം. നോക്കട്ടെ കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. നല്ല കാറ്റാട്ടോ, ഇത് കണ്ടോ, ഭയങ്കര കാറ്റാ. അപ്പോൾ ആ വ്യൂ ഒന്ന് നമുക്ക് നോക്കിയാൽ, അവിടെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഒരുപാട്. സോ ഒന്ന് നോക്കാം ആ വ്യൂ. ഇവിടെ ഇന്ന് ജഡായിപ്പാറയാണെന്ന് പറഞ്ഞില്ലേ, വീണ്ടും അതാണ്. നല്ല കാറ്റുണ്ട്. ജഡായിപ്പാറ അതല്ലേ, നിനക്ക് കറക്റ്റായിട്ട് സൂചിക്കാൻ പറ്റില്ലേ? നല്ല കാറ്റ്.